ഹായ്. അപ്പോൾ ചലഞ്ച് വീഡിയോയിലെ ഡേ 4 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എൽബോ ഡിസൈൻ അല്ലെങ്കിൽ എൽബോ പാച്ച് ഡിസൈൻ അങ്ങനെയാണ് പറയുക. ഓരോ ആർട്ടിസ്റ്റും ഓരോ പേരാണ് വയ്ക്കുക, പേരല്ല ഡിസൈനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഡിസൈൻ വരയ്ക്കണം. അല്ലാതെ ഫില്ല് ചെയ്യുന്ന ഗ്യാപ്പ് കൂടുതലാവരുത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഫുള്ള് ഡിസൈൻ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മാക്സിമം ഫ്ലവർ വരയ്ക്കാൻ പറ്റുന്ന സ്പേസ് ആണെങ്കിൽ ഫ്ലവർ വരയ്ക്കുക, അല്ലാതെ നമ്മൾ ഒരിക്കലും അത് ഫില്ല് ചെയ്ത് വിടരുത്. ഓക്കെ, ആദ്യം നമ്മൾ ഫ്ലവർ വരച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇതുപോലെ സ്പൈറൽ, ലീഫ്, പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾ കൊടുക്കുക. അതായത് ചെറിയ സർക്കിളിന് ഇന്ന സൈസ് എന്നല്ല, ചെറിയ സൈസ് വലിയ സൈസ് ഏത് വേണമെങ്കിലും കൊടുക്കുക. അതുപോലെ നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ബോർഡർ വരയ്ക്കുക. ബോർഡർ എപ്പോഴും ഷാർപ്പ് ആവരുത്, ഒരു സ്മൂത്തി ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് എല്ലായിടത്തും ഒരേ പ്രഷറിൽ വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റ് ഓരോ ടൈപ്പിലാണ് വരയ്ക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അതിൽ വരയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.